ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി നോക്കാൻ കേട്ടോ. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഫുൾ ഡ്യൂട്ടി ആയിരുന്നു. ഫുൾ ഡ്യൂട്ടി എന്ന് വെച്ചാൽ അടുപ്പിച്ച് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഒന്ന് റിലാക്സേഷന് വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങളിന്ന്. അങ്ങനെ ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്നുമില്ല, പാർക്കിലേക്കും പിന്നെ സസ്പെൻസ് അത് അവിടെ എത്തിയിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ട്രെയിനിലിരുന്ന് ഇങ്ങനെ പോവാണ്. ഞങ്ങൾ ലേറ്റായി. ഒന്നാമത്തെ തന്നെ എഴുന്നേൽക്കാൻ നേരം വൈകിയതുണ്ടായി. ലണ്ടൻ വാട്ടറിൽ ഓക്കെ. ഇന്നലെ നല്ല വെയിൽ വന്നിരുന്നു ഇന്നലെ. പക്ഷെ ഇന്ന് ഫുള്ളും ക്ലൗഡി ആയിട്ട് വെയിൽ വേണം. ആ കാണുന്നതാണ് ലണ്ടനായിട്ടോ. അപ്പം നമ്മൾ ഏകദേശം എല്ലാം അവിടെ എത്തിയിട്ടോ. ലണ്ടനിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ. നല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പൊന്നും എടുത്തതാണ് കേട്ടോ. ഫൈനലി നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഈ എസ്കലേറ്റർ ഒന്ന് ശ്രദ്ധിച്ചോ. നോക്കി എന്ത് രസമല്ലേ. അതുമാത്രമല്ല നല്ല വലിയതും ഇതുപോലത്തെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ കിഡിലനായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫൈനലി ഞങ്ങൾ ലണ്ടൻ സൂവിലെത്തിയിട്ടോ. ലണ്ടനിൽ കിടന്നിട്ട് ലണ്ടൻ സൂ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. വന്ന് ഞാൻ വെറുതെ അങ്ങനെ ഞങ്ങൾ സൂ കാണാൻ വേണ്ടിയിട്ട് കയറി. ആദ്യം തന്നെ കണ്ടത് ഈ 2 സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം ഈ ഒരു പുള്ളിക്കാരനെ കണ്ടു. ആളിൻ്റെ പേരെന്തോ ഡ്രാഗന്ന എന്തോ അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കാര്യമായിട്ട് വായിക്കാനൊന്നും നിന്നില്ല. അതിന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അടുത്ത ഭാഗത്തേക്ക് പോയിട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ്. എവിടെ നോക്കിയാലും നല്ല ഫോട്ടോസും നല്ല വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ആള് പിന്നെ തിരിഞ്ഞിരിക്കണം, അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം കേട്ടോ. നോക്കണോ സൈഡ്. എന്നെ ആരും നോക്കണ്ട, ഞാൻ മിണ്ടൂല എന്നുള്ള ലെവലിലാണ് ഒരാൾ അങ്ങോട്ട് പിന്നിലേക്ക് തിരിഞ്ഞിരിക്കണം കേട്ടോ. അവരുടെ പേര് ജിമ്മി ആൻഡ് യോധ. 2 കുരങ്ങന്മാരുണ്ടായാലും ഒരെണ്ണത്തിന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതിനുശേഷം ഞങ്ങൾ പുലിക്കുട്ടനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ, ടൈഗർ. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് പുള്ളിക്കാരൻ ഭയങ്കര ഉറക്കത്തിലാണ്. ഞങ്ങൾ ഇറങ്ങിയ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഭയങ്കര ഒരു വെയിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ആർക്കായാലും ഉറക്കം വരും. എനിക്കായാലും ഉറക്കം വരും. അപ്പോൾ പിന്നെ പുലിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ. ആൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഒരു ഉച്ചമയക്കത്തിലാണ് കേട്ടോ. പിന്നെ ഇവൻ്റെ പേര് അസിം എന്നാണ്. ഈ പുലിക്കുട്ടിയുടെ പേര് അസിം എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ പിള്ളേർക്ക് പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അതൊക്കെ ഇരുന്ന് ഞാൻ തിരിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ പുലിക്കുട്ടൻ എഴുന്നേറ്റു കേട്ടോ. ആൾ നേരെ പോണതും നിങ്ങൾ നോക്കണം, വെള്ളം കുടിക്കണം. പാവം ദാഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വെള്ളം കുടിച്ചൊക്കെ പുലീനൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഗൊറില്ല കിങ്ഡത്തിലേക്ക് പോയി. ഗൊറില്ലേനെ കാണാൻ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗൊറില്ലേനെ കാണാൻ പോണത്. സോറി, ഇതല്ല ഗൊറില്ല, ഇത് കുരങ്ങനാണ്. അപ്പോൾ അങ്ങനെ ശരി മതി, എൻ്റെ വീഡിയോസ് എൻ്റെ ഫോട്ടോസ് എടുത്ത് മതി, ഞങ്ങൾ പോട്ടേട്ടോ എന്ന് പറഞ്ഞിട്ട് കുരങ്ങന്മാർ പോയതിന് ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഗൊറില്ല. ഇവരും ഭയങ്കര ഉറക്കത്തിലാണ് ഞങ്ങൾ. പക്ഷേ ഇവിടെ ഒരാൾ മാത്രം നല്ല ആക്റ്റീവായിരുന്നു. അതാണ് ബേബി ഗൊറില്ല. അവൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരാളവിടെ ഭയങ്കര ഉറക്കത്തിലാണ്. ഞാനൊന്നും മിണ്ടില്ല, ഞാനൊന്നും പറയില്ല, എനിക്ക് കിടന്നുറങ്ങണം എന്നുള്ള ലെവലാണ് അപ്പുറത്ത് ഒരാൾ ഇരിക്കണേ കേട്ടോ. അപ്പോൾ ബേബി ഗൊറില്ല നല്ല ആക്റ്റീവായിട്ട് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ നിൽക്കുന്നുണ്ട്. അടിയിൽ താഴെ വേറെ ഒരാൾ ചൊറിഞ്ഞ് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൊറില്ലേനെ കണ്ട സന്തോഷം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരെ നേരിട്ട് ഇങ്ങനെ കാണുന്നത്. ഒരാളിവിടെ ഊഞ്ഞാലിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. നടന്ന് കാണാൻ കേട്ടോ, വലിയൊരു സ്പേസാണ്. ആദ്യമായിട്ട് ഞാൻ ഗൊറില്ലേനെ കണ്ടത്. അടിപൊളി കുഞ്ഞു ഗൊറില്ല വേറെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ രസമായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു കാഴ്ച കാണുന്നത്. അതായത് ഈ ഒരു VR എക്സ്പീരിയൻസ് നമുക്കും ചെയ്യാൻ പറ്റും കേട്ടോ. വൈൽഡ് എക്സ്പ്ലോറർ VR എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഗൊറില്ലയുടെ ഉണ്ട്, പിന്നെ ഡൈനസോഴ്സിൻ്റെ ഉണ്ട്, പിന്നെ വേറെ കുറേ 1-2 വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരും ചൂസ് ചെയ്തത് ഗൊറില്ലയുടെ ആണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഈ VR എക്സ്പീരിയൻസ് ഞാൻ ചെയ്യണത് തന്നെ. അപ്പോൾ ഗൊറില്ല ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ എന്താ പറയുക, ഒരു പ്രത്യേക അനുഭവം തന്നെ. എന്താണെന്ന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ എൻജോയ് ചെയ്തു ആ ഒരു സംഭവം കേട്ടോ. ഗൊറില്ലൊക്കെ നമ്മുടെ അടുത്തിങ്ങനെ വരും, ഒന്ന് തട്ടിയിട്ടൊക്കെ പോകും നമ്മളെ. സൂപ്പറായിരുന്നു. നെക്സ്റ്റ് പെൻഗ്വിൻ ബീച്ച്. ഇതാണ് ഞാൻ കാണാൻ വേണ്ടി കൊതിച്ചിരുന്നത്. ഈ പെൻഗ്വിനെ കണ്ടപ്പോൾ എനിക്ക് വൈറലായിട്ടുള്ള ആ പെൻഗ്വിനില്ലേ ഉണ്ടായിരുന്നില്ലേ, അവന് ഓർമ്മ വന്നു. എല്ലാവരും സെയിം വേ ചൂസ് ചെയ്തപ്പോൾ ആ ഒരു പെൻഗ്വിൻ മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേ ചൂസ് ചെയ്തു. എൻ്റെ പൊന്നെ, പാവം
അപ്പോൾ ഇങ്ങനെ ഒരു പെൻഗ്വിൻ ഇങ്ങനെ ഒരു മരക്കൊമ്പും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരാൾ ഇങ്ങനെ വന്ന് അതോടെ നടക്കുന്നുണ്ട്. കുറേ പേര് ഇങ്ങനെ അവിടെ കൂട്ടം കൂടി വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാടാനുള്ള പരിപാടിയിലാണ്. കുറച്ചധികം പേര് ഇവിടെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി. ഭയങ്കര സ്പീഡിലാണ് ഇവർ നീന്തി ഇങ്ങനെ പോണത് തന്നെ. അപ്പോൾ കുറച്ച് നേരം അവരെ നോക്കി നിന്നു കേട്ടോ. നല്ല ചെറിയ പെൻഗ്വിൻസ്, എന്ത് ഭംഗിയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇവർ. പിന്നെ ഈ ഒരു പെൻഗ്വിൻ എനിക്ക് വേണ്ടി നിന്ന് തന്നു കേട്ടോ, ഫോട്ടോസ് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി. ഒരാൾ ഇവിടെ പറക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചിറകൊക്കെ ഇങ്ങനെ അടിച്ചിട്ട്. മേത്തത്തൊക്കെ വെള്ളം കുടഞ്ഞ് കളയാണ് അവർ. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഈ പെൻഗ്വിൻ്റെ ഭാഗത്ത് തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് ഫൈനലി വന്നത്, ലണ്ടൻ സൂ. അപ്പം പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ ഗാർഡനാണ് കേട്ടോ. കുറച്ചധികം ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ജസ്റ്റ് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഈ ജിറാഫും സീബ്രയുടെ അടുത്തേക്കും വന്നു കേട്ടോ. നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല എന്താ പറയുക, ഒരു അടിപൊളി കാഴ്ച തന്നെയായിരിക്കും ഇതൊക്കെ. എന്ന് വെച്ചാൽ അവരിപ്പം തന്നെ നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കാനൊക്കെ പറ്റും. ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ ലണ്ടനിലുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ലണ്ടൻ സൂ കണ്ടിരിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.